KPCC നേതൃമാറ്റ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ കോട്ടയത്ത് കെ സുധാകരനെ പിന്തുണച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, തിടനാട് ഭാഗങ്ങളിലാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. KPCC അധ്യക്ഷനായി കെ സുധാകരൻ തുടരണമെന്നാണ് പോസ്റ്ററിലുള്ളത്. സേവ് കോൺഗ്രസ് രക്ഷാസമിതിയുടെ പേരിലാണ് പോസ്റ്ററുകൾ. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, ഇന്നലെ വർക്കിംഗ് കമ്മിറ്റി അംഗം AK ആന്റണിയെ സുധാകരൻ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് ഈ യൂത്ത് കോൺഗ്രസിന്റെ പോലും പ്രതികരണങ്ങളും വന്നിരുന്നു. ഈ അംഗങ്ങൾ, മുതിർന്ന അംഗങ്ങളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ. ഇപ്പോൾ ഈ പോസ്റ്ററിൽ പറയുന്നത് എന്തൊക്കെയാണ്? സേതു, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റിയേക്കും എന്നുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കെ സുധാകരന് അനുകൂലമായിട്ട് പോസ്റ്ററുകൾ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ട, അതുപോലെ തന്നെ പൂഞ്ഞാറ്, തിടനാട് ഭാഗങ്ങളിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിലൊരു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും പിണറായി സർക്കാരിനെ പുറത്താക്കാൻ അതിന് കഴിവുള്ള നേതാവ് കെ സുധാകരൻ മാത്രമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരണം എന്നുള്ള കാര്യങ്ങളാണ് ആ പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂഞ്ഞാർ സേവ് കോൺഗ്രസ് രക്ഷാസമിതി എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് പോസ്റ്ററുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തോട് നമ്മൾ കാര്യം അന്വേഷിച്ചിരുന്നു. പക്ഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ ഇല്ല എന്നുള്ളതാണ് DCC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും പോസ്റ്ററുകൾ അവിടെയുണ്ട്, നീക്കം ചെയ്തിട്ടില്ല. സുധാകരൻ അനുകൂല പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി സംഘടനാ തലത്തിൽ ഏതെങ്കിലും ഇത്തരത്തിൽ ഇവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ശരി ഗോകുൽ, അതായത് ഈ നിലവിൽ നിലനിൽക്കുന്ന വിവാദങ്ങൾക്കൊന്നും പെട്ടെന്നൊരു അന്ത്യമുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സുധാകരനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ. ഇപ്പോൾ ഗോകുൽ പങ്കുവച്ച വിവരങ്ങൾ കോട്ടയത്ത് കെ സുധാകരനെ പിന്തുണച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്.